പതിറ്റാണ്ടിന് ശേഷം വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് UDF നേതാക്കൾ. UDFിൻ്റെ ഈ വിജയത്തിന് താങ്ങായത് പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ കരുത്ത് തന്നെയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് UDFിൻ്റെ വിജയം? എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടല്ലേ? ഇതിലും വലിയ വിജയം ഇനി സങ്കല്പത്തിൽ മാത്രമല്ലേ ഉള്ളൂ. 102 സീറ്റാണ്. ഞങ്ങൾ 27 മത്സരിച്ചിട്ട് 22 കിട്ടി. ഞങ്ങളുടെ 3 സീറ്റ് പോയത് 3000 വോട്ടുകൾക്കാണ്. വലിയ സങ്കടമാണ്. അപ്പോൾ ഏതായിരുന്നാലും ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തി. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇനി UDFനും മുസ്ലിം ലീഗിനും ഏറ്റെടുക്കാനുള്ളത്. ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ ദുർഭരണം അവസാനിപ്പിക്കും, ഒരു സൽഭരണം കൊണ്ടുവരും, അഴിമതിരഹിത വികസനാത്മകമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയും ഭരണവുമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുക. അതിനുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ അടുത്ത ദിവസം ആരംഭിക്കും. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇത്രത്തോളം വലിയൊരു തിരിച്ചടി LDFിനുണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിച്ചു? എന്താ സംശയം? ഞാൻ എന്നോട് ചോദിച്ചാലും ഒക്കെ പറഞ്ഞു മുസ്ലിം ലീഗിന് 22 23. അത് ഒരു സീറ്റ് പോയത് 90 വോട്ടിനാണ്. അപ്പോൾ 23 അതിൻ്റെ കണക്ക്. അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു 100+. ഞങ്ങൾ 20+ഉം കോൺഗ്രസ് 100+ഉം പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൃത്യമായല്ലോ. അത് ജനങ്ങളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജനങ്ങളുമായി ഞങ്ങൾ സംവദിച്ചപ്പോൾ, ബൂത്തുകളിലൊക്കെ പ്രവർത്തനത്തിൽ പോയപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫറൻസ് അവർ ഈ ഗവൺമെൻറ്റിനെതിരാണ്. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം തീരുമാനിച്ചിട്ടുണ്ട്. 10 കൊല്ലത്തെ അവരുടെ അനുഭവമാണ് അതിന് അവരെ പ്രേരിപ്പിച്ചത്. ആ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നു. അതാണ്ടായത്. ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്കൊക്കെ കടക്കാണ്. ഉഭയകക്ഷി ചർച്ചകൾ എന്നൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് തുടങ്ങും. അത് പെട്ടെന്ന് പൂർത്തിയാക്കും. ബാക്കി ഇപ്പോൾ സീറ്റ് വിഭജനമൊക്കെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ പൂർത്തിയാക്കിയില്ല. അതുപോലെ ഇതും വളരെ ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പൂർത്തിയാക്കാൻ UDFന് സാധിക്കും. നേരത്തെ തന്നെ 5ാം മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത്തരം പല വിവാദങ്ങളുണ്ടാകും. പക്ഷേ ഈ ലീഗിന് അർഹതപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും ലീഗുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും അതിനെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ കാര്യമാക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഉപമുഖ്യമന്ത്രിയും 5ാം മന്ത്രിയൊന്നും ലീഗ് പറഞ്ഞിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. UDFിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതൊക്കെ വരും. ഏതൊക്കെയാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കും. അതിൽ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കും. ലീഗ് മന്ത്രിമാരെ പറ്റിയുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയോ? അല്ല, ലീഗിന് മന്ത്രിമാരെ പറ്റി ചർച്ച തുടങ്ങാതെ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ലീഗ്. ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്. അത് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്കതാണ്. ഇപ്പോൾ നിയമസഭ സ്ഥാനാർത്ഥികളെ പറ്റി ചർച്ച വന്നപ്പോൾ എന്തൊക്കെ തർക്കങ്ങൾ വന്നിരുന്നു? എന്തെങ്കിലും ഉണ്ടായോ? അപ്പോൾ അതാണ് ലീഗ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾ പൂർത്തിയാക്കാത്തവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തുടർന്ന ചർച്ചകൾ ഒരു ഉണ്ടാക്കിയ വിജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കും. അങ്ങനെ ചർച്ച നിങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. കോൺഗ്രസ്സിൽ അങ്ങനെ ചർച്ച ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മാത്രമല്ല അതൊരു കുഴപ്പമുണ്ടാക്കുന്ന ചർച്ചയിലേക്ക് രൂപത്തിലേക്ക് പോവില്ല. ഒറ്റ കോൺഗ്രസിന് ശക്തമായ നേതൃത്വം ഉണ്ടല്ലോ, ഹൈക്കമാൻഡ് അടക്കമുള്ള നേതാക്കന്മാർ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ഏകാഭിപ്രായമായി മാറ്റാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് സാധിക്കും. എന്തായാലും ജില്ലയിൽ അർഹതപ്പെട്ട ഒരു പ്രാതിനിധ്യം ലീഗിന് ഉണ്ടാകും എന്ന് തന്നെയാണോ? സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട പ്രാതിനിധ്യം എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ടല്ലോ. അതില്ലാതൊക്കെ ആരെ കൊണ്ട് കഴിയില്ലല്ലോ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഉഭയകക്ഷി ചർച്ചകളെല്ലാം പൂർത്തീകരിച്ചിട്ട് സാധിക്കട്ടെ. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വമുള്ളത്. വലിയ തോതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിസഭ അധികാരത്തിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് PMA സലാം പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്.